നേരിൻ്റെ വഴിയിലേക്ക് ഏവർക്കും സ്വാഗതം. ഏതൊരു മതത്തിൻ്റെയും അടിസ്ഥാനമെന്ന് പറയുന്നത് അവർ വിശ്വസിക്കുകയും പിൻപറ്റുകയും ചെയ്യുന്ന വിശുദ്ധ ഗ്രന്ഥമാണ്. അതിനെ ഒന്നിനെയും ചോദ്യം ചെയ്യാൻ നമുക്ക് സാധ്യമല്ല. പക്ഷേ അപ്പോൾ തന്നെ അതിനെ അംഗീകരിക്കുകയും വിശ്വസിക്കുകയും ചെയ്യുന്നത് ആ പ്രത്യേക സമൂഹത്തിൻ്റെ അവകാശമാണ്, സന്തോഷമാണ്. ക്രൈസ്തവ സമൂഹം ഏറ്റവും അധികം പ്രാധാന്യം കൊടുക്കുന്നത് ദൈവവചനത്തിനാണ്. വിശുദ്ധ ബൈബിൾ നമ്മുടെയൊക്കെ കൈകളിൽ എത്തുവാൻ ജീവിതം ത്യാഗം ചെയ്ത എത്രയോ ആളുകളുണ്ട്. ആ വിശുദ്ധ ബൈബിളിൻ്റെ ശക്തി വേണ്ട വിധത്തിൽ ഗ്രഹിക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ടോ എന്നത് വളരെ സംശയമാണ്. ഉപരിപ്ലവമായ ആത്മീയത കൊണ്ട് അവസാനിച്ചു പോകുന്ന സമൂഹത്തിൽ വിശുദ്ധ ബൈബിളിൻ്റെ പ്രാധാന്യം ഒന്നുകൂടെ നമ്മൾ ഓർക്കണം. ജേക്കബ് ഡി ഷെയ്സർ എന്ന് പറയുന്ന അമേരിക്കക്കാരനായ ഒരു പട്ടാളക്കാരൻ്റെ കഥ കേട്ടിട്ടുണ്ട്. രണ്ടാം ലോക മഹായുദ്ധത്തിൽ ജപ്പാനെ ആക്രമിക്കുന്ന ഒരു വൈമാനികനായി തൻ്റെ ഫൈറ്റർ പ്ലെയിൻ പറത്തിക്കൊണ്ട് അദ്ദേഹം അവിടേക്കെത്തി. ജേക്കബ് ഡി ഷെയ്സർ ഒരു വിശ്വാസിയായിരുന്നില്ല. നിരീശ്വരനായി അതുവരെ ജീവിച്ചു പോന്ന ആ മനുഷ്യൻ ശത്രുവിൻ്റെ നെഞ്ചു പിളർത്തി ബോംബ് ഇട്ട് ജപ്പാനെ വിറപ്പിക്കുവാൻ ആഗ്രഹിച്ചു. പക്ഷേ അദ്ദേഹം അവിടേക്ക് എത്തിയപ്പോഴേക്കും അദ്ദേഹത്തിൻ്റെ ഫൈറ്റർ പ്ലെയിനിനെതിരെ ജപ്പാന്റെ ശക്തരായ സൈന്യം ആക്രമണം നടത്തി. തൻ്റെ വിമാനത്തിന് ആക്രമണം തടുക്കുവാൻ കഴിഞ്ഞില്ലെന്ന് മാത്രമല്ല, കേടുപാടുകൾ സംഭവിക്കുവാനും ഇടയായി. ഏറ്റവും ഒടുവിൽ അദ്ദേഹം പിടിക്കപ്പെട്ടു. ജയിലിൽ അദ്ദേഹത്തെ കൊണ്ടുപോയി പാർപ്പിച്ചു. ഈ യുദ്ധത്തിനിടയിൽ തൻ്റെ സ്നേഹിതന്മാരിൽ ചിലർ കൊല്ലപ്പെടുന്നതും അദ്ദേഹം കണ്ടു. മറ്റു ചിലരെ ശത്രുരാജ്യം പിടിച്ച് ജയിലിൽ കൊണ്ടുപോകുവാനും ഇടയായി. ജേക്കബ് ഡി ഷെയ്സർ ജയിലിൽ കിടക്കുമ്പോൾ എന്തുകൊണ്ട് ഇങ്ങനെയൊക്കെ സംഭവിച്ചു എന്നതിനെക്കുറിച്ചുള്ള ഒരുപാട് ചോദ്യങ്ങൾ തൻ്റെ ഹൃദയത്തിലുണ്ടായി. ജീവിതത്തിൻ്റെ അർത്ഥം എന്താണ്? ഇതിൻ്റെയൊക്കെ ലക്ഷ്യമെന്താണ്? ഒരു നിരീശ്വരനായി ജീവിതം കഴിച്ച മനുഷ്യൻ തൻ്റെ കൊച്ചു പ്രായത്തിൽ മാതാപിതാക്കളോട് ഒരുമിച്ച് പള്ളിയിൽ പോയതും കൊച്ചു കൊച്ചു പാട്ടുകൾ പാടിയതും ദൈവവചനം കേൾക്കുവാൻ ഇടയായതും ഒക്കെ തൻ്റെ സ്മൃതിപഥത്തിലൂടെ ഇങ്ങനെ കടന്നുപോയി. ഒടുവിൽ ഒരു ദിവസം ആ ജയിലിൽ കിടന്നുകൊണ്ട് അതിൻ്റെ കാവൽക്കാരനോട് ജേക്കബ് പറഞ്ഞു, വായിക്കുവാൻ എനിക്കൊരു ബൈബിൾ വേണം. അദ്ദേഹത്തിൻ്റെ ആവശ്യത്തെ ആ കാവൽക്കാരൻ നിരസിച്ചു എന്ന് മാത്രമല്ല, ഒരുപാട് പരിഹസിക്കുവാനും ഇടയായി. പക്ഷേ ജേക്കബ് നിരാശപ്പെട്ടില്ല. വീണ്ടും വീണ്ടും കാവൽക്കാരനോട് എനിക്ക് ദയവായി ഒരു ബൈബിൾ എത്തിച്ചു തരണമെന്ന് ആവശ്യപ്പെട്ടു. കുറേ നാളുകൾ തുടർമാനമായി ആവശ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ ആ കാവൽക്കാരൻ ഒരു ബൈബിൾ ജേക്കബിന് കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, കൃത്യം 3 ആഴ്ച മാത്രമേ ഇത് നിന്റെ കയ്യിൽ സൂക്ഷിക്കാൻ ഞാൻ അനുവദിക്കും. 3 ആഴ്ച തികയുന്ന ദിനം ഈ ബൈബിൾ നിന്റെ കയ്യിൽ നിന്ന് ഞാൻ തിരിച്ചു മേടിക്കും. അതുവരെ വായിക്കുവാൻ നിനക്ക് സമയമുണ്ട്. തൻ്റെ കൈകളിൽ ബൈബിൾ ലഭിച്ചപ്പോൾ ജേക്കബ്
വളരെ ആവേശത്തോടെ ആ ബൈബിൾ വായിക്കാൻ തുടങ്ങി. വായിക്കുന്നത് ഓരോന്നും മനസ്സിരുത്തി ധ്യാനിക്കാൻ സമയമെടുത്തു. ആ 3 ആഴ്ച കൊണ്ട് വേദപുസ്തകത്തെ അകവും പുറവും വായിച്ച് അദ്ദേഹം അതിൻ്റെ സത്യങ്ങളും ആശയങ്ങളും ഗ്രഹിക്കുവാനായി സമയം കണ്ടെത്തി. തൻ്റെ ഹൃദയം സന്തോഷം കൊണ്ട് നിറഞ്ഞു. കൃത്യം 3 ആഴ്ച കഴിഞ്ഞപ്പോൾ കാവൽക്കാരൻ വന്ന് ജേക്കബിൻ്റെ കയ്യിൽ നിന്ന് ആ വേദപുസ്തകം വാങ്ങിക്കൊണ്ടുപോയി. എങ്കിലും ഒരു നിരാശയും ജേക്കബിൻ്റെ ഹൃദയത്തിൽ ഉണ്ടായിരുന്നില്ല. കാരണം ആ 3 ആഴ്ച കൊണ്ട് ഒരുപാട് വായിച്ച് വേദപുസ്തക സന്ദേശങ്ങൾ ഹൃദയത്തിൽ സ്വാംശീകരിക്കുവാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. വലിയ സന്തോഷത്തിൽ അദ്ദേഹം ആ ജയിലിൽ കിടക്കുകയാണ്. കുറെ നാളുകൾ കൂടെ കഴിഞ്ഞപ്പോൾ ജേക്കബിനെ ജയിലിൽ നിന്ന് മോചിതനാക്കി. അദ്ദേഹം എത്രയും പെട്ടെന്ന് അമേരിക്കയിലേക്ക് മടങ്ങിയെത്തി. ചില നാളുകൾ കഴിഞ്ഞപ്പോൾ 1948 തൻ്റെ ഭാര്യയെയും പിഞ്ചു കുഞ്ഞിനെയും വിളിച്ചുകൊണ്ട് ജേക്കബ് ഒരു യാത്രയ്ക്ക് വേണ്ടി ഒരുങ്ങി. ആ യാത്ര തന്നെ ജയിലിലേക്കാക്കിയ, ആക്രമിക്കാൻ ചെന്ന് പിടിക്കപ്പെട്ട അതേ രാജ്യത്തേക്കാണ്, ജപ്പാനിലേക്ക്. പക്ഷെ ഇത്തവണ ജപ്പാനിലേക്ക് അദ്ദേഹം തൻ്റെ കുടുംബത്തോടൊരുമിച്ച് യാത്ര ചെയ്തത് അവരെ ആക്രമിക്കാനായിരുന്നില്ല. പകരം ഒരു മിഷണറി ആയിട്ട് അവിടേക്ക് അദ്ദേഹം പോയതാണ്. അങ്ങനെ അദ്ദേഹത്തെ മാറ്റുവാനുള്ള പ്രധാനപ്പെട്ട കാരണം 3 ആഴ്ച വായിക്കുവാനായി തൻ്റെ കൈകളിൽ ലഭിച്ച വേദപുസ്തകത്തിൻ്റെ സ്വാധീനം. നിരീശ്വരനായി ജീവിച്ച് ഒരു പട്ടാളക്കാരനായി മാറി ജീവിതത്തിലെ പ്രതീക്ഷകളെല്ലാം അസ്തമിച്ചപ്പോൾ ജീവിതത്തിലേക്ക് മടക്കിക്കൊണ്ടുവന്നത് വിശുദ്ധ വേദപുസ്തകമായിരുന്നു. ആ പുസ്തകത്തിൻ്റെ സന്ദേശം ജപ്പാനിലെ ജനങ്ങളോട് പങ്കുവെക്കുവാൻ ഒരു മാലാഖയെ പോലെ സ്നേഹത്തിൻ്റെ സന്ദേശവുമായി കുടുംബമായി ജേക്കബ് ജപ്പാനിലെത്തി. സത്യത്തിൽ വേദപുസ്തകം എത്രയോ ആളുകളെ മാറ്റിയിട്ടു. ഈ ഭൂമിയിൽ ദൈവത്തിൻ്റെ സമ്മാനമല്ലേ വിശുദ്ധ വേദപുസ്തകം? അത് വായിക്കുവാൻ കഴിയുന്നത് വലിയ ഭാഗ്യമാണ്. കൈകളിൽ എടുക്കുന്നതും അതിലെ സന്ദേശം കൈമാറുന്നതുമൊക്കെ ഏതൊരു വ്യക്തിയുടെയും പദവിയാണ്. വേദപുസ്തകത്തിന് നിങ്ങളെ മാറ്റാൻ കഴിയും. വേറെ ഏത് പുസ്തകത്തെക്കാളും വേദപുസ്തകത്തിന് നിങ്ങളോട് സംസാരിക്കാൻ കഴിയും, ആശ്വസിപ്പിക്കാൻ കഴിയും, നിങ്ങൾക്ക് ധൈര്യം പകരാൻ കഴിയും. ഇന്നുവരെ വേദപുസ്തകത്താളുകളിലൂടെ മനസ്സിരുത്തി നിങ്ങൾ കണ്ണോടിച്ചിട്ടില്ലെങ്കിൽ സമയം കണ്ടെത്തൂ. നിങ്ങളെ മാറ്റിമറിക്കുന്ന പുസ്തകമാണ് വിശുദ്ധ വേദപുസ്തകം. ആ പുസ്തകത്തിൻ്റെ സത്യങ്ങൾ ഗ്രഹിക്കാൻ ദൈവം നിങ്ങൾക്ക് കൃപ ചെയ്യട്ടെ. വേദപുസ്തകത്തിന് തുല്യമായി മറ്റൊരു പുസ്തകവുമില്ല.